ഹായ് ഡിയേഴ്സ്, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മുടെ പപ്പയുടെ അമ്മച്ചിയുടെ 35ാമത്തെ വിവാഹവാർഷികമാണ് ഇന്ന്. നമ്മൾ രാവിലെ തന്നെ രണ്ടുപേരും വിഷൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ചെറുതായിട്ട് ചെറിയ പ്ലാനൊക്കെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതെന്നാക്കിയാന്ന് നോക്കാം. നമുക്ക് ആദ്യം പായസത്തിന് പരിപാടിയിലോട്ട് പോവാം. കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് നടക്കാമെന്ന് ഓർത്തുണ്ടായിരുന്നു, പക്ഷെ അവൻ സമ്മതിച്ചില്ല. അവന് തന്നെ നടക്കണമെന്ന് അവൻ പറയുന്നേ. ഇത് പായസം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാട്ടോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയത്. പായസം ഉണ്ടാക്കി അപ്പച്ചന് കൊടുക്കുക ഫസ്റ്റ്. അപ്പച്ചന് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനെ. അത് കണ്ടുകൊണ്ട് അമ്മച്ചി ഓടി വരുന്നുണ്ട്. അമ്മച്ചിക്കും കൊടുത്തേ. അവനിങ്ങനെ കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പച്ചൻ തിരിച്ച് മോന് കൊടുക്കുക. പായസമൊക്കെ കൊച്ചിനും ഇഷ്ടമാണ്. അവനൊരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്താൽ കൊടുക്കത്തില്ല. അവൻ പായസത്തിന് അത് കൈയിടാനുള്ള തിരക്കിലായിരുന്നു. നമ്മളിനി ഒരു മൂവിക്ക് പോവുക. ഐശ്വര്യ തിയേറ്ററിലാണ് നമ്മൾ മൂവി ബുക്ക് ചെയ്തേക്കുന്നത്. കൽക്കിയായിരുന്നു സിനിമ. അങ്ങനെ നമ്മൾ കുഞ്ഞിനെ ഫസ്റ്റ് ഒരുക്കിയേക്കാന്ന് വെച്ചു. ഒരുക്കാൻ കയറിയപ്പോൾ അവൻ അവിടെ കിടന്ന തുണിയെല്ലാം എടുത്തിട്ട് അലമ്പുക. അങ്ങനെ ലാസ്റ്റ് കുഞ്ഞൊരുങ്ങി റെഡി ആയിട്ടുണ്ട്. ഞാനും ഒരുങ്ങി റെഡിയായി. ഇനി അവരൊക്കെ ഒരുങ്ങിയോ നോക്കാം. ചെന്നപ്പോൾ അമ്മച്ചി തലമുടി ഇരുന്നേ ഉള്ളൂ. അമ്മച്ചിയോട് ഞാൻ ഏതാണ്ടൊക്കെ വർത്താനം പറഞ്ഞേട്ടോ കണ്ടേ. ലാസ്റ്റ് വന്നാലും ഫസ്റ്റ് ഒരുങ്ങും നമ്മുടെ പപ്പ ഒരുങ്ങി സെറ്റിയാ വന്നിരുന്ന് ടി വി ഒക്കെ കാണുക. അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ വീട്ടിൽ കൊടുക്കാനുള്ള കുറച്ച് പായസമാണ്. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിക്കകത്ത് കയറി. അപ്പച്ചനും കൊച്ചുമോനും ഫ്രണ്ടിലും കയറി, ഞാനും അമ്മച്ചിയും പുറകിലും കയറി. അങ്ങനെ നമ്മൾ യോയോ ഒക്കെ വെച്ച് പോയേക്കുക. സിംബായോട് ഒരു യാത്ര പറഞ്ഞ് അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ നമുക്കൊരു മുട്ടൻ പണി കിട്ടി. നമ്മൾ ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ്. അതിനിടയ്ക്ക് ഒരു ബ്ലോക്കും കിട്ടി. ഒരു ചരക്ക് വണ്ടി വളവിൻ്റെ അവിടെ ക്ലോസ് ആയിട്ട് കിടന്നുപോയി. പിന്നെ അത് പോലീസുകാരൊക്കെ വന്ന് രണ്ട് സൈഡിലെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുമായിരുന്നു. അങ്ങനെ നമ്മൾ ബയോ ബേക്കറിയിൽ കയറി ഒരു പേസ്ട്രി വാങ്ങിച്ചു. എല്ലാ തവണയും കേക്കാണ് വാങ്ങിക്കുന്നത്. ഈ പ്രാവശ്യം പേസ്ട്രി വാങ്ങിക്കാമെന്ന് വെച്ചു. പേസ്ട്രി നമ്മൾ ഒത്തിരി നാളായി കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ആദ്യം നമ്മൾ അമ്മച്ചിക്കാണ് കൊടുത്തതേ. അമ്മച്ചിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാവരും മധുരപ്രിയരാണ്. കുഞ്ഞിനും കൊടുത്ത് കുഞ്ഞ് ചോദിച്ച് വാങ്ങിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ തിയേറ്ററിൽ കയറിയപ്പോൾ സാധാരണ ഗ്ലാസ്സില്ലാതെ നോക്കിയപ്പോൾ ഒന്നും കാണത്തില്ലായിരുന്നു. പിന്നെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് സിനിമ കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ വിശന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കടയിൽ കയറി ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ചു. ഞാനും പപ്പായും പൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്തപ്പോൾ അമ്മച്ചിയും മോനും എന്നാ ചെയ്തു, പൊറോട്ടയും മീൻ കറിയും ഓർഡർ ചെയ്തേ. നല്ല ഫുഡായിരുന്നേ. ഞങ്ങൾ ഫുഡടി എല്ലാം കഴിഞ്ഞ് രാത്രി 10:10 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലും വന്നു.